السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. يا بني آدم خذوا زينتكم عند كل مسجد وكلوا واشربوا ولا تسرفوا إنه لا يحب المسرفين. قل من حرم زينة الله التي أخرج لعباده والطيبات من الرزق قل هي للذين آمنوا في الحياة الدنيا خالصة يوم القيامة. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ സാധിക്കും വിധം ജീവിതത്തെ ശുദ്ധീകരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മരണം വരെ ആരോഗ്യമുള്ള ആയുസ്സും ഈമാനും തഖ്വയും നൽകി അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളിലും വീടുകളിലും ICUയിലും അല്ലാതെയും കഴിയുന്ന പണ്ഡിതന്മാരും അല്ലാത്തവരുമായ നിരവധി ആളുകൾ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരാണ്. അള്ളാഹു അവർക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ തൃപ്തിപ്പെട്ടാൽ, നമ്മളെ ഇഷ്ടപ്പെട്ടാൽ ആ വിവരം അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയിക്കും. വെറുത്താലും അറിയിക്കും, ഇഷ്ടപ്പെട്ടാലും അറിയിക്കും. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാലും അറിയിക്കും, അള്ളാഹു നമ്മളെ വെറുത്താലും അറിയിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇദാ അഹബ്ബല്ലാഹു തആല അൽ അബ്ദ, അള്ളാഹു തആല ഭൂമിയിൽ ഒരു വിശ്വാസിയെ ഇഷ്ടപ്പെട്ടാൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുന്നത്? ഇന്നല്ലാഹ തആല യുഹിബ്ബു ഫുലാനൻ. അള്ളാഹു വിളിച്ചു പറയുന്നത് അള്ളാഹ്ക്ക് ഇന്നൊരു വ്യക്തിയെ ഇഷ്ടമുണ്ട് എന്ന് ജിബ്രീലിനോട് പറയും. ഇന്നൊരു വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വിളിച്ചു പറയും. അതുകൊണ്ട് എന്താ വിളിച്ചു പറയുന്നത്? അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഫഹബിബു, നീ അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. അപ്പം അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ വിവരം മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും: എനിക്ക് ഈ ഭൂമിയിൽ ഇന്നയാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നീയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ ഇഷ്ടപ്പെടും. ഫയുനാദി ഫി അഹ്ലി സമാ, അതിൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഉപരിലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും: ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, അള്ളാഹു ഇന്നൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഫാഹിബുഹു, നിങ്ങളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടണം. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഇഷ്ടം
മറ്റും ഉപരിലോകത്തുള്ള മുഴുവൻ മലക്കുകളുടെയും ഇഷ്ടം, അള്ളാഹുവിൻ്റെ ഇഷ്ടം, ഇതൊക്കെ ലഭിക്കും അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നു ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, അപ്പോൾ ഉപരിലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ വ്യക്തിയെ ഇഷ്ടപ്പെടും. ആ ഇഷ്ടപ്പെട്ടുള്ളതിൻ്റെ അടയാളമായി സുമ്മ യൂളഉ ലഹു ഫിൽ ഖബൂലി ഫിൽ അർള്, അതിനൊരു അടയാളമുണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയുള്ളത്. ആ ഒരു അടയാളം എന്താണെന്ന് വെച്ചാൽ സത്യവിശ്വാസികൾക്കിടയിൽ ഭൂമിയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടാവും. വിശ്വാസികൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വീകാര്യത ലഭിക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിലാവാം, ഭാര്യയ്ക്കിടയിൽ ഭർത്താവിന് സ്വീകാര്യത ഉണ്ടാവും, ഭർത്താവിനിടയിൽ ഭാര്യയ്ക്ക് സ്വീകാര്യത ഉണ്ടാവും. വളരെ മോശമായി അടിച്ചമർത്തപ്പെടുന്ന ജീവിതമാവുകയില്ല. ഭർത്താവിനാൽ കഷ്ടപ്പെടുന്ന ഭാര്യയാവില്ല, ഭാര്യയാൽ കഷ്ടപ്പെടുന്ന ഭർത്താവുകയില്ല. പരസ്പരം സ്വീകാര്യത ഉണ്ടാവും. പള്ളിയിലും സമൂഹത്തിലും എവിടെയും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടാവും. ആർക്കിടയിൽ? വിശ്വാസികൾക്കിടയിൽ. വിശ്വാസികളല്ലാത്ത ആളുകൾക്കിടയിലോ അത് ഇവിടെ പരാമർശിച്ചില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലിക്കുല്ലി നബിയിൻ അദുവ്വം മിനൽ മുജ്രിമീൻ, കുറ്റവാളികളായ ആളുകൾ എല്ലാ നബിമാർക്ക് പോലും ശത്രുക്കളാണ്. അത് സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയില്ല. മുജ്രിമീങ്ങൾക്കിടയിൽ ഒരാൾക്കും ഒരു സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷേ വിശ്വാസികൾക്കിടയിൽ ഒരു സ്വീകാര്യത അള്ളാഹു നൽകും. അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടുള്ളതിൻ്റെ രേഖ. നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാര്യയ്ക്കിടയിൽ, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ, വിശ്വാസികളായ സഹോദരന്മാർക്കിടയിലൊക്കെ നിങ്ങൾക്ക് സ്വീകാര്യത ഉണ്ടാവും. നേരെ മറിച്ച് വിശ്വാസികളല്ലാത്ത കുടുംബക്കാരാണെങ്കിലോ അവർ തള്ളും. അത് നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭാര്യയ്ക്കിടയിൽ, നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ, നിങ്ങളുടെ സമൂഹത്തിലൊക്കെ അള്ളാഹുവിൻ്റെ സ്വീകാര്യത അള്ളാഹു നൽകും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വിവരം അള്ളാഹു മലക്കുകൾ അറിയിക്കും, ഞാൻ എനിക്ക് ഇന്നാൾ ഇഷ്ടമാണ്. എന്നാലോ അള്ളാഹ് വെറുത്താലോ? റസൂലുള്ള പറയുകയാണ് വൈദാ അബ്ഗള അബ്ദൻ, അള്ളാഹു ഒരു വ്യക്തിയെ വെറുത്താൽ, ഭൂമിയിൽ അള്ളാഹുവിന് വെറുക്കുന്ന ഒരാളുണ്ടെങ്കിൽ ദഅ ജിബ്രീൽ, അപ്പോഴും അള്ളാഹു ജിബ്രീലിനെ വിളിക്കും. ഫയഖൂൽ, എന്നിട്ട് അള്ളാഹു പറയും ഇന്നി ഉബ്ഗിളു ഫുലാനൻ, എനിക്ക് ഇന്ന വ്യക്തിയെ വെറുപ്പാണ്, എനിക്ക് ഇന്നൊരു വ്യക്തിയോട് വെറുപ്പുണ്ട്. ആ വെറുപ്പുള്ള ആളും ഇഷ്ടപ്പെടുന്ന ആളുകളുടെയും സ്വഭാവ ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചിലതെല്ലാം പറഞ്ഞു നോക്കാം, ഒരു ഖുതുബയിൽ പരാമർശിക്കാവുന്ന അത്ര. അപ്പോൾ അള്ളാഹു വെറുക്കും. അള്ളാഹു പറയും ജിബ്രീലിനോട് എനിക്ക് ഇന്നി ഉബ്ഗിളു ഫുലാനൻ, അതുകൊണ്ട് എന്ത് വേണം? ഫഅബ്ഗിൽഹു, നീയും അദ്ദേഹത്തെ വെറുക്കണം. ജിബ്രീൽ അലൈഹി ഇസ്ലാം വെറുക്കണം. ഫയുബ്ഗിൽഹു ജിബ്രീൽ, അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ വെറുക്കും. സുമ്മ യുനാദി, പിന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വിളിച്ചു പറയും ഫി അഹ്ലി സമാ, ഉപരിലോകത്തുള്ള ആകാശ ലോകത്തുള്ള മലക്കുകളോട് വിളിച്ചു പറയും ഇന്നല്ലാഹ യുബ്ഗിലു ഫുലാനൻ, അള്ളാഹുവിന് ഇന്നൊരു വ്യക്തിയെ വെറുപ്പാണ്, അതുകൊണ്ട് ഫഅബ്ഗിലുഹു, നിങ്ങളും അദ്ദേഹത്തെ വെറുക്കണം. ഫയുബ്ഗിലുഹു അഹ്ലു സമാ, അപ്പോൾ ആകാശ ലോകത്തുള്ള മുഴുവൻ മലക്കുകളും ആ വ്യക്തിയെ വെറുക്കും. നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു സ്നേഹിക്കുന്നു, അള്ളാഹിൻ്റെ മലക്കുകൾ സ്നേഹിക്കുന്നു, ജിബ്രീൽ അലൈഹി ഇസ്ലാം സ്നേഹിക്കുന്നു, അള്ളാഹു വെറുക്കുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ വെറുക്കുന്നു, ജിബ്രീൽ അലൈഹി ഇസ്ലാം വെറുക്കുന്നു. ഏത് അവസ്ഥയിലായിരിക്കണം നമ്മുടെ ജീവിതം പരിശോധിക്കേണ്ടതാണ്. നമുക്ക് നോക്കാം. എന്നിട്ട് പറയാം സുമ്മ തൂലഉ ലഹുൽ ബോലാ, അള്ളാഹു വെറുത്തിരിക്കുന്നു എന്നതിനുള്ള അടയാളമായിട്ട് എന്താ ഉണ്ടാകുക? തൂലഉ ലഹുൽ ബോലാ ഫിൽ അർളി, ഭൂമിയിൽ ശക്തമായ വിദ്വേഷം വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവും ആ വ്യക്തിയോട്. ഭൂമിയിൽ വിശ്വാസികൾക്കിടയിൽ, ശത്രുക്കളുടെ കാര്യം ഇവിടെ ചർച്ച ഞാൻ ചെയ്തിട്ടില്ല, അത് നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നോക്കാം. ശത്രുക്കൾ എപ്പോഴും നമുക്കറിയാം നബിയെ വെറുത്തിട്ടുണ്ട്, അബൂബക്കർ സിദ്ദീഖിനെ വെറുത്തിട്ടുണ്ട്, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരൊന്നും എന്തല്ല സ്വീകാര്യത ലഭിക്കൂല അവരിന്ന്. കാരണം അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്, അദുവ്വല്ലാണ്. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് നോക്കാം. അള്ളാഹു, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുക എന്നതാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. ഒന്ന്, അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നു ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയാൽ തൗബ ചെയ്യുന്നവരെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വ യുഹിബ്ബുൽ മുത്തത്തഹിരീൻ, വൃത്തിയുള്ള ശുദ്ധിയുള്ളവരെ, അകവും പുറവും ശുദ്ധിയുള്ളവരെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. തെറ്റുകൾ വന്നുപോയാൽ തൗബ ചെയ്യുന്നവരെയും ഇഷ്ടമാണ്. അപ്പം തെറ്റ് ചെയ്യാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നല്ലാണ്, തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് വന്നുപോയല്ലോ എന്ന സങ്കടത്വം ഖേദത്തോടു കൂടി തൗബ ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഒരാളതാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത്.
2 ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖീങ്ങളായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ നിരോധനങ്ങൾ ജീവിതത്തിൽ വിടുകയും ചെയ്യുന്ന മുത്തഖീങ്ങളായ ആളുകൾ, അവരെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലും സൂറത്ത് ആൽ ഇംറാനിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. മുത്തഖീങ്ങൾ ഇഷ്ടമാണ്, തൗബ ചെയ്യുന്നവരിഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ആ വിവരം ആരെ അറിയിക്കുന്നതാണ് നമ്മൾ ആദ്യം കേട്ടത്? മലക്കുകളെ. കേട്ടോ, ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുക. വല്ലാത്തൊരു ഇഷ്ടമാണ്. ഒരാളിപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ല ആണോ പ്രപഞ്ചനാഥൻ നമ്മളെ ഇഷ്ടപ്പെടുക എന്നാൽ. അതിലും വലിയൊരു അനുഗ്രഹം ദുനിയാവിൽ ഇനിയുണ്ടോ? ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, ജീവിതത്തിൽ നീതി പുലർത്തുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എല്ലാവരോടും നീതി പുലർത്തണം. സമൂഹത്തിലായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും എല്ലാ രംഗത്തും താൻ വിഹരിക്കുന്ന എല്ലാ രംഗങ്ങളിലും നീതിപൂർവ്വം പെരുമാറുന്ന ആളുകൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹുവിന് ജനങ്ങൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്ന ആളുകളെയും ഇഷ്ടമാണ്. മുഹ്സിനീങ്ങൾ എന്നാൽ സദ്വൃത്തർ എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് നന്മ പ്രവർത്തിക്കുക, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ആളുകളെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആരൊക്കെയാണ്? ഒന്ന് മുത്തഖീങ്ങളാണ്, ഒന്ന് തൗബ ചെയ്യുന്നവരാണ്, ഒന്ന് നമ്മൾ മുത്തത്തഹിരീങ്ങളെയാണ് പറഞ്ഞത്, ഒന്ന് മുഖ്സിത്തീങ്ങളെയാണ് പറഞ്ഞത്, ഒന്ന് മുഹ്സിനീങ്ങളെയാണ്. ഇവരൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇതൊക്കെ അള്ളാഹു ഇങ്ങനെ ഖുർആനിൽ പറയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തികളാവാനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ലോകത്ത് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ ഏതാ? ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ ഏതാ അറിയാം? നമ്മൾ സാധാരണ നന്മ ഒരു മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്നത് അയാളെ പട്ടിണി തീർക്കുക, അല്ലെങ്കിൽ അയാൾക്ക് താമസിക്കാൻ വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനും രോഗത്തിന് വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ നന്മയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയൊരു നന്മയ്ക്ക് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത്. അള്ളാഹു പറഞ്ഞെന്താ അറിയോ? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി അള്ളാഹു ഉത്തമമായൊരു സമൂഹമായി നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച. ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ വേണ്ടിയാണ് മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ സൃഷ്ടിച്ചത്. ഇതാ അല്ലാഹ് പറയുന്നത്. നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമാണ്. എന്താ കാരണം? അതിന് കാരണം പറയാം. ഏതാണ് ആ നന്മ? ഏറ്റവും നിങ്ങൾ സമൂഹത്തോട് ചെയ്യേണ്ട തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുങ്കർ, നന്മ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ജനങ്ങളിൽ വരുന്ന തിന്മയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഏറ്റവും വലിയ നന്മ. വീടുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ. കാരണം വീടുണ്ടാക്കി കൊടുത്താൽ അയാൾക്ക് മരിക്കുന്നവരെ ജീവിക്കാൻ കഴിയുള്ളൂ. ആ വീട്ടിൽ രോഗം വന്നാൽ അയാൾക്ക് മരിക്കുന്നവരെ ആ രോഗം ഇല്ലാതെ ആരോഗ്യവാനായി ജീവിക്കാൻ കഴിയുള്ളൂ. പക്ഷേ അയാളിൽ വരുന്ന തിന്മകൾ ദൂരീകരിക്കാൻ നിങ്ങൾ അധ്വാനിച്ചാൽ അതാണ് ഏറ്റവും വലിയ നന്മ. പക്ഷെ അത് നന്മയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കുകയും ദീൻ എന്താണെന്ന് മനസ്സിലാക്കുകയും വേണം. ദീൻ അറിയാത്ത ആളുകൾ പെട്ടെന്ന് നന്മ എന്ന് പറയുമ്പോഴേക്കും വേഗം കയറി ചാടി ഏർപ്പാട് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ സഹായിക്കുക, അതാണ് നന്മ. അത് നന്മയാണ്. അതിനേക്കാൾ വലിയ ഉത്തമമായ നന്മ അള്ളാഹു പറഞ്ഞത് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. വിശ്വാസികളും വിശ്വാസിനികളും പരസ്പരം ഔലിയാക്കന്മാരാന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും പറഞ്ഞത് തന്നെ, യഅ്മുറൂന ബിൽ മഅറൂഫ് വ യൻഹൗന അനിൽ മുങ്കർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതാണ് നല്ല വിശ്വാസികളും വിശ്വാസിനികളും. ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു തിന്മ കണ്ടാൽ ആ തിന്മ തടയാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ നന്മ. ഒരു കുടുംബത്തിൽ ഒരു തിന്മ കണ്ടാൽ, ഒരു സമൂഹത്തിൽ ഒരു തിന്മ കണ്ടാൽ ആ തിന്മ തടയുക. ഒരു സമൂഹത്തിൽ നന്മ ഇല്ലാതെ പോകുമ്പോൾ ആ നന്മ അവിടെ സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കുക, അതാണ് ഏറ്റവും വലിയ നന്മ. അത് ആ കുടുംബത്തിനും ആ വ്യക്തിക്കും അയാളുടെ ഓരോ വ്യക്തികൾക്കും അതുകൊണ്ടുള്ള ഗുണം ലഭിക്കും. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു പുര ഉണ്ടാക്കി കൊടുത്താൽ ആ പുരയിൽ അയാൾ വെയിലും മഴയും കൊള്ളാണ്ട് കിടന്നുറങ്ങും, സുഖമായിട്ട് ജീവിക്കും, നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷെ അതിനേക്കാളും വലിയ കഠോരമായ നരകത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും മനോഹരമായ നിർദ്ദേശമാണ് നമ്മൾ നൽകിയത്. നന്മ കൽപ്പിച്ചു, തിന്മ വിരോധിച്ചു. അതാണല്ലോ മൻ റആ മിൻകും മുങ്കറൻ, തിന്മയായ ഒരു കാര്യം നിങ്ങൾ ഒരാളിൽ കണ്ടാൽ ഫൽ യുഗയ്യിറുഹു ബിയദിഹി, അത് കൈകൊണ്ട് തടയാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ തടയണം. നമുക്ക് എല്ലാവരുടെയും തടയാൻ കഴിയില്ല. ഇപ്പം നമ്മുടെ ഭാര്യയിൽ നമുക്ക് കൈകൊണ്ട് തടയാം, നമ്മളെ കുടുംബത്തിൽ നമുക്ക് തടയാൻ കഴിയുമെങ്കിൽ തടയാം. എല്ലാവരെയും അവിടെയും തടയാൻ പറ്റില്ല. കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരും തടയാൻ പോയാൽ നിങ്ങൾ പുറത്താവും അല്ലേ? അതുകൊണ്ടാണ് അള്ളാഹ് ഏറ്റവും വലിയ നന്മ അതാന്ന് പറയാൻ കാരണം. പുറത്തായാലും വേണ്ടിയില്ല. നിങ്ങൾക്കറിയാലോ, തിന്മ തടയാൻ വേണ്ടി പോയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തായില്ലേ? പിതാവ് പുറത്താക്കിയില്ലേ? എങ്ങനെ പുറത്താക്കി? എൻ്റെ കൺമുമ്പിൽ നീ നിന്ന് പോകരുതാണ് പുറത്താക്കല്ലേ ഇത്. നീ എൻ്റെ കൺമുമ്പിൽ നിൽക്കരുത്, പോകണം പുറത്ത്.
പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെയും കൊണ്ടാണ് പുറത്തിറങ്ങിയത്. എന്താ കാരണം? നന്മ കൽപ്പിച്ചു. അതാണ് ഏറ്റവും വലിയ നന്മ. അതിനു വേണ്ടിയാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെ നിങ്ങളെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നാണ് ഖുർആൻ പറയുന്നത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, ഭൂമിയിൽ നിയോഗിക്കപ്പെട്ട മനുഷ്യർക്ക് നന്മ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമാണ് നിങ്ങൾ. ആ നന്മ എന്താ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. മറക്കണ്ട, ഇത് ഏറ്റവും വലിയ നന്മയാണ് നിങ്ങൾ ചെയ്യുന്ന ബാക്കി നന്മകളെക്കാൾ. എന്നാൽ ബാക്കിയെല്ലാം നന്മകളാണ്. അതെല്ലാം അല്ലാഹ് വേറെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം. ഏതായിരുന്നാലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ, ഇനി അടുത്ത ആൾ, ഇപ്പം നമ്മൾ പറഞ്ഞ ആളുകൾ ആരൊക്കെയാണ്? അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയും മറ്റു മലക്കുകളെയും വിളിച്ചു പറയും, എനിക്ക് ഇന്നാൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണം. അങ്ങനെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാൻ നമ്മളിപ്പോൾ കണ്ട ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ജീവിതത്തിൽ തെറ്റ് വരുമ്പോൾ തൗബ ചെയ്യുക, അല്ലേ? ഇപ്പം നമുക്ക് തെറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈക്, അള്ളാഹുവേ ഞാൻ തൗബ ചെയ്യുന്നു നിന്നിലേക്ക്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഏത് തെറ്റ് വന്നാലും ഇപ്പം നമ്മളൊരു നോക്കാൻ പാടില്ലാത്തിടത്തേക്ക് നോക്കി ഉടനെ അസ്തഗ്ഫിറുല്ലാഹ് അതൂബു ഇലൈക്. കേൾക്കാൻ പാടില്ലാത്ത ഒരു തിന്മ നമ്മൾ കേട്ടു, ഉടനെ ആ തിന്മ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച് കേട്ടതാണ്. പലരും തിന്മകൾ കാണാൻ ആഗ്രഹിച്ച് കാണുന്നവരുണ്ട്, അല്ലേ? അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ കണ്ണത് കണ്ടുപോയാൽ ഉടനെ അസ്തഗ്ഫിറുല്ലാഹ്. കാരണം അള്ളാഹ് പുറത്തു തരണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് അള്ളാഹ് ഇഷ്ടപ്പെടുകയും വേണം. നമുക്ക് നോക്കാം, അള്ളാഹു പറയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന ദീനിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും. കുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അതായത് റസൂലുള്ളാഹിനെ. അങ്ങനെ വന്നാൽ ഫയുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹു നിങ്ങൾ ഇഷ്ടപ്പെടും, അള്ളാഹു നിങ്ങളിൽ പ്രിയം വെക്കും, നിങ്ങൾ അള്ളാഹിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന ദീന് സ്വീകരിച്ചാൽ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അതിനിടയിൽ അള്ളാഹു നിങ്ങൾക്ക് വന്നു പോകുന്ന പാപങ്ങളെല്ലാം പുറത്തും തരും. വല്ലാഹു ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്. സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു വ്യക്തമായി വിശദീകരിച്ച കാര്യങ്ങളാണ്. ഇനിയോ വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, അള്ളാഹു ക്ഷമാശാലികളെ ഭയങ്കര ഇഷ്ടമല്ലാക്ക്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ദുരിതങ്ങൾ വരുമ്പോൾ, കഷ്ടപ്പാടുകൾ വരുമ്പോൾ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമ്പോൾ ക്ഷമയോടുകൂടി ജീവിക്കുന്നവർ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ അള്ളാഹു പരീക്ഷണം കൊടുക്കുക, ക്ഷമിക്കാനുള്ള അവസരം അള്ളാഹു ഏറ്റവും കൂടുതൽ കൊടുക്കുക അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്കാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ അഹബ്ബല്ലാഹു ഖൗമൻ, ഒരു വ്യക്തിയെയോ ഒരു സമൂഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇബ്തലാഹും, അള്ളാഹു അവരെ പരീക്ഷിച്ചിരിക്കും. അപ്പം ക്ഷമ അവർക്കാ വേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിത്യ ദുരിതം, നിത്യമായ പ്രയാസം. സാധാരണ നമുക്കറിയാം, ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ ഒരു മാതാപിതാക്കൾ പോറ്റി വളർത്തി ഏകദേശം ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓനൊരു കല്യാണം കഴിപ്പിക്കും. കല്യാണം കഴിച്ച് ഓനൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക്, ഓനക്ക് ജനിക്കുന്ന കുട്ടികളെല്ലാം അൾസിമേഴ്സുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ബലഹീനതയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ കണ്ണ് കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ നടക്കാൻ കഴിയാത്ത, വൈകല്യങ്ങൾ നിരവധിയുള്ള കുട്ടികൾ. ഇതൊക്കെ വരുമ്പോൾ എന്തുണ്ടാവും? അവിടെയാണ് ക്ഷമ വേണ്ടത്. അതാണ് പറഞ്ഞത്. അത് എന്താ കാരണം? അങ്ങനെയുള്ള ഒരവസ്ഥ അല്ല കൊടുക്കാൻ കാരണം അള്ളാഹു ആ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുള്ളതാണ്. അയാൾ എന്തു ചെയ്യും? അയാൾ അള്ളാഹിനെ വെറുക്കുമോ? ഇത്രയും പ്രയാസങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അയാൾ വെറുക്കുകയാണോ ചെയ്തത്, അതോ അള്ളാഹിനെ ഇഷ്ടപ്പെടുകയാണോ ചെയ്തത്? അള്ളാഹ് പരീക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിലുണ്ടാവും, അല്ലേ? നിരന്തരം അടിക്കടി രോഗങ്ങൾ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, അടുത്തത് അതിൻ്റെ അടുത്ത്, അങ്ങനെ അടിക്കടി പരീക്ഷണം ഉണ്ടായില്ലേ? അപ്പം എന്താ നിങ്ങൾ വിചാരിക്കുക, ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടാ പടച്ചോനെ ജിന്നെങ്ങനെ ചെയ്യുന്നത്? എത്രയോ അള്ളാഹുവെ നിന്നെ ധിക്കരിച്ച് തമ്മാടികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഇത്തരം അസുഖമൊന്നും കൊടുക്കുന്നില്ലല്ലോ, എനിക്കിനി എന്തൊക്കെ അസുഖ പടച്ചോനെ തരുന്നത് പറയരുത്. എന്താ? നമ്മൾ അള്ളാഹു തരുന്ന അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളെ തൃപ്തിപ്പെടാൻ പഠിച്ചാൽ അള്ളാഹു നമ്മൾ ഇഷ്ടപ്പെടും, അല്ലെങ്കിലോ അള്ളാഹു നമ്മൾ വെറുക്കും. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണം വരും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനത്തി, സത്യവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ പരീക്ഷണം നടന്നുകൊണ്ടേയിരിക്കും മരണം വരെ. കേട്ടോ? അത് എന്താ വിഷയം? പരീക്ഷണം ഒന്ന് ഫീ നഫ്സി, സ്വന്തം ശരീരം. നിങ്ങളെ സ്വന്തം ശരീരം വൈവിധ്യമാർന്ന രോഗങ്ങൾക്ക് വിധേയരാകുന്നു, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, ക്യാൻസർ വരുന്നു, പാലിയേറ്റിൽ പോകുന്നു, കിഡ്നി പോകുന്നു, എന്തെല്ലാമൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനൊന്ന് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് അങ്ങനെ വന്നുകൊടുക്കും. അതാ പറഞ്ഞത് ഫീ നഫ്സി, സ്വന്തം ശരീരത്തിൽ. പിന്നെ
മക്കൾ ജനിച്ചു, ആ മക്കൾക്കെല്ലാം വൈകല്യങ്ങൾ, പ്രയാസങ്ങൾ. അതാണ് വലതി, മക്കളിൽ പരീക്ഷണം. 2 or 3 മക്കളെ കിട്ടി അല്ല കൊടുത്തു. ആ 3 മക്കളിൽ ഒരാൾക്ക് മാത്രം വലിയ പ്രയാസമില്ല, 2 പേർക്ക് വൈകല്യം. അങ്ങനെയൊക്കെ വന്നാൽ പലരും എന്താ ചെയ്യുക? ചിലർ രോഗികളായ ആളിപ്പോൾ നമ്മൾ അടുത്ത് കണ്ടു ഗംഗാ നദിയിൽ മുക്കിക്കൊന്നത്. ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല. കാരണം വിശ്വാസികളായ ആളുകളായാലും അവിശ്വാസികളായ ആളുകളായാലും പരീക്ഷണം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാവും. അപ്പം അവിടെയാണ് അള്ളാഹു പറയുന്നത് അല്ലാഹു യുഹിബ്ബു സാബിരീൻ, അള്ളാഹു ക്ഷമാശാലികളെ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അള്ളാഹു വിളിച്ചു പറയും ജിബ്രീലിനോട്, ഇതാ ഇന്ന വ്യക്തി ഞാൻ പരീക്ഷിച്ചു, അവൻ ക്ഷമിച്ചു, എനിക്കും അവൻ ഇഷ്ടമാണ്. തഖ്വയോടുകൂടി ജീവിച്ചു, അപ്പം അള്ളാഹു വിളിച്ചു പറയും എനിക്ക് ഇന്നാളെ ഇഷ്ടമാണ്. നിങ്ങൾ തൗബ ചെയ്തു, അപ്പം അള്ളാഹു പറയും, വിളിച്ചു പറയും. നിങ്ങൾ അറിയുന്നില്ല വിളിച്ചു പറയുന്നത്, അതാ വിളിച്ചു പറയുന്നത് റസൂലുള്ള പറഞ്ഞു കേട്ടോ. നമ്മൾ തൗബ ചെയ്യുമ്പോൾ, നമ്മൾ മുത്തഖീങ്ങളാവുമ്പോൾ, നമ്മൾ മുത്തത്തഹിരീങ്ങൾ, ശുദ്ധിയുള്ള, അകവും പുറവും ശുദ്ധിയുള്ള, ആരോടും വെറുപ്പില്ലാതെ വിദ്വേഷമില്ലാത്ത ഒരൊറ്റ ദിവസം കഴിഞ്ഞാൽ മതി. ഒരൊറ്റ ദിവസം ഒരാളോടും അസൂയയും പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത ഒരൊറ്റ ദിവസം നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഉണ്ടാവുമോ? ഉണ്ടായാൽ മലക്കിനപ്പം വിളിച്ചു പറയും അല്ലാഹ് എനിക്കിഷ്ടമാണ്. ഒരാളോടും അനീതി ചെയ്യാത്ത, വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാവട്ടെ, ഒരാളോടും ഒരു അനീതി ചെയ്യാത്ത, ഭാര്യനോടാവാം, പെങ്ങളോടാവാം, അനുജനോടാവാം, ജ്യേഷ്ഠനോടാവാം, കുടുംബത്തോടാവാം, സമൂഹത്തോടാവാം, ഒരാളോട് പോലും. ഇപ്പം നമുക്കൊരു ഉദ്യോഗമുണ്ട്, ജോലി സ്ഥലത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആവശ്യക്കാരൻ വന്നു, അയാളോട് നമ്മൾ നീതി പുലർത്തിയാൽ അപ്പം അല്ലാഹ് വിളിച്ചു പറയും ഇന്ന വ്യക്തി എനിക്കിഷ്ടമാണ്. നമ്മളിപ്പോൾ സാധാരണ ശമ്പളം വാങ്ങുന്നതിൻ്റെ പുറമെ ഓൻ കിമ്പളും കൂടി കൊടുത്തെങ്കിൽ എന്തേ ചെയ്യുള്ളൂ? അല്ലേ തരൂല. നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയാണ് ഗവൺമെൻറ് അവൻ അവിടെ നിർത്തിയത്, കസേര ഇട്ടിട്ട് കുത്തിരിപ്പിച്ച്. നമ്മളെ ഓരോ നമ്മൾ കൊടുക്കുന്ന വിഹിതത്തിൽ നിന്നാണ് അവൻ്റെ ശമ്പളം. അതൊക്കെ മറന്നു. ഓൻ പലരെയും ദ്രോഹിക്കുന്നു. ഇപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിൽ പോയി നോക്കേണ്ടി, നമ്മളെ കോർപ്പറേഷൻ ഓഫീസിലൊക്കെ കണ്ട് പോയി നോക്കി, അപ്പം അറിയാം. അതിൽ എല്ലാവരും ഉണ്ടാവും, മുസ്ലിം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ഓല് ഇങ്ങോട്ട് മാറിക്കും, ഓല് വേറെ മറ്റോനെ ഇങ്ങോട്ടാക്കും. കാഫറായ ഉദ്യോഗസ്ഥന് മുന്നോട്ട് വെച്ചിട്ട് പറയും എനിക്കൊന്നും വേണ്ട, ഓനെ കൊടുക്കാമെന്ന് പറയും. ഓല് തമ്മിലുള്ള ഐഡിയ ആണത്, ഒത്തുകളിയാണ്, വഞ്ചകനാണ്. അള്ളാഹു ഇഷ്ടപ്പെടൂല. ഓൻ്റെ ഒക്കെ മയ്യത്തെ അവിടെ എത്തിക്കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ പറയാൻ എന്താ അറിയോ? ഓൻ്റെ പിന്തുവാരത്തിൽ പരലോകത്ത് വരുമ്പോൾ ഒരു ലിവാ ഉണ്ടാവും, ഒരു കൊടി. മനുഷ്യന്മാരെ വഞ്ചിച്ച മനുഷ്യന്മാർ നാളെ പരലോകത്ത് വരുമ്പോൾ ഓൻ്റെ പിന്തുവാരത്തിൽ അള്ളാഹു ഒരു കൊടി വെക്കും. അതാണായാലും പെണ്ണായാലും. വഞ്ചിക്കാൻ ആണ് മാത്രമല്ല, പെണ്ണുണ്ട് അല്ലേ? പല കുടുംബങ്ങളിലും വഞ്ചന നടത്തുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്? പല കുടുംബത്തെയും തമ്മിൽ തെറ്റിക്കുന്ന എത്ര പെണ്ണുങ്ങളുണ്ട് ഇല്ലേ? നമ്മൾ വിശദീകരിച്ചു വന്നാൽ ഒരുപാട് പറയേണ്ടി വരും. അപ്പം എന്തായിരുന്നാലും ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ വെറുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹു ഏറ്റവും കൂടുതൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ക്ഷമ പാലിക്കണം കേട്ടോ. ഒരുപാട് പരീക്ഷണമുണ്ട്. നമുക്കറിയാം റസൂലുള്ള പറഞ്ഞു മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹസൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ഷൗക്കത്ത് യുസാഖുഹ ഇല്ലാ കഫർ അല്ലാഹു ബിഹാ മിൻ ഖതായാഹു. അല്ലാത്ത വാക്കുകളാണ്. ഒരു മനുഷ്യന് വരുന്ന ഒരു നസബ്, ഒരു ക്ഷീണം, നമുക്ക് ചിലപ്പോൾ ക്ഷീണം വരാറില്ലേ? അതുപോലും അള്ളാഹിൻ്റെ പരീക്ഷണം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ എത്ര ഞാൻ റെസ്റ്റ് എടുത്ത് ക്ഷീണം മാറുന്നില്ല അല്ലേ? തോന്നാറില്ലേ? ചിലപ്പോൾ നമ്മളിങ്ങനെ കോട്ടുവായി ഇടുമ്പോൾ നമുക്ക് തോന്നും മറ്റവനക്കൊക്കെ എന്നേക്കാൾ ആരോഗ്യമുണ്ട്, ഞാൻ അങ്ങനെ കോട്ടുവായിട്ട് എൻ്റെ ആരോഗ്യം തീർന്നോ, മരിക്കാനായോ അല്ലേ? ഒരു ക്ഷീണമാവട്ടെ, വല വസബ്, എന്ത് രോഗമാവട്ടെ നിങ്ങൾക്ക് വന്നു, വല ഹം ഒരു മനപ്രയാസം, വല ഹസൻ ഒരു ദുഃഖം, അല്ലെങ്കിൽ വല അദൻ ഒരു ക്ലേശം, വല ഗം ഒരു വ്യസനം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾ പേടിക്കേണ്ട. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് എന്തിനാ തരുന്ന കാര്യങ്ങൾ? ഹത്ത ഷൗക്കത്ത് യുസാക്കുക, നിങ്ങളുടെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും ഇല്ല കഫർ അല്ലാഹു ബിഹാ മിൻ ഖതായാഹു, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു എഴുതി തള്ളുകയാണ്. ഒരു മുള്ളു തെറിച്ചു, ഒരു ദുഃഖം വന്നു, ഒരു സങ്കടം വന്നു, ഒരു രോഗം വന്നു, ഒരു പനി വന്നു, ഒരു തലവേദന വന്നു, ഒരു വയറുവേദന വന്നു, പേടിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. ഒരു മതത്തിൻ്റെയും നിർദ്ദേശങ്ങൾ ഇത് കാണാൻ കഴിയില്ല, ഇസ്ലാം മതത്തിലല്ലാതെ. കാരണം
മുസ്ലിങ്ങളായ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഇതൊക്കെ വരുമ്പോൾ പലരും എന്താ ചെയ്യുക, സ്വന്തം ജീവൻ വലിച്ചെറിയും, എന്നിട്ട് ആത്മഹത്യ ചെയ്യും. അല്ലേ? നമ്മളിപ്പോൾ ഈ ആഴ്ചകളിലൊക്കെ കണ്ട പത്രവാർത്തകൾ കേട്ടാൽ അത് എന്നേക്കാൾ അറിയുന്നത് നിങ്ങളായതുകൊണ്ട് ഞാൻ ആ പത്രവാർത്തയൊന്നും ഇവിടെ പറയുന്നില്ല കേട്ടോ. അത്രമാത്രം ആളുകൾ സ്വന്തം മക്കളെ ആത്മഹത്യയിലെ കൊന്നു തീർക്കുകയാണ്. അല്ലേ? എന്താ കാരണം? പലരും പറഞ്ഞ് കടത്തി കുടുങ്ങിയതാണ്. കടല്ല, എന്ത് ക്ലേശാവട്ടെ, എന്ത് മനപ്രയാസമാവട്ടെ, എന്ത് വന്നാലും ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ പാപങ്ങൾ പൊറുക്കാനാണ്. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈർ തരാൻ ഉദ്ദേശിച്ച റസൂൽ പറയാണ്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് ബിഹി. നിങ്ങൾക്കൊരു പരലോകത്തൊരു ഖൈർ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഇവിടെ അള്ളാഹു മുസീബത്ത് തരും. യുസിബ് ബിഹി, ഒരു മുസീബത്താ തരിക. ഇതൊരു വിശ്വാസി മനസ്സിലാക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് മുസീബത്തുകൾ കടന്നു വരുന്നു. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. പനി മാറുമ്പോൾ വയറുവേദന, അത് മാറുമ്പോഴേക്കും തലവേദന, അത് കഴിയുമ്പോഴേക്കും പല്ലുവേദന, അതൊന്നുമില്ലേ മുട്ടുവേദന. നമ്മളിങ്ങനെ നടക്കുക അസ്വാരസ്യപ്പെട്ട്. ഒരു പേടിയും പേടിക്കേണ്ട. അതൊക്കെ നമുക്ക് അള്ളാഹു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മകൾ എത്ര ഉണ്ടാവും, പാപങ്ങൾ എത്ര ഉണ്ടാവും, ഒന്ന് കൂട്ടി നോക്കി നിങ്ങൾ. ഒരു 25 വയസ്സിന് ശേഷം, 25 വേണ്ട 20 മുതൽ തുടങ്ങാം അല്ലേ? 20 വയസ്സ് മുതൽ മരണം വരെ 60ഉം 70ഉം ആയിട്ട് നന്നാവാത്തവരുണ്ട് അല്ലേ? അതല്ല ചോദിച്ചിട്ടുണ്ട്. അവലം നുഅമ്മിറുക്കും മൻ തദക്കർ, ചിന്തിക്കാവുന്ന പ്രായമൊക്കെ എനിക്ക് ഞാൻ തന്നു നന്നാവാനുള്ള. നീ നന്നായില്ല. പരലോകത്തിന് ഓഹും യസ്തരിഹൂൻ, ആർത്തട്ടഹസിക്കും നരകത്ത് കേട്ടിട്ട് പടച്ചോനെ രക്ഷപ്പെടുത്തണം, ഒന്നും എന്നെ നരകത്തിന് കഴിച്ചിലാക്കണം. അപ്പം അള്ളാൻ്റെ ചോദ്യം കഴിച്ചിലാക്കണം. ഇപ്പം പറയുമ്പോൾ അല്ല ചോദിക്കുക, അവലം നുഅമ്മിറുക്കും മാ തദക്കർ, ചിന്തിക്കാവുന്ന പ്രായമൊക്കെ തന്നില്ലേ, എന്നിട്ടല്ലേ നീ മരിച്ചത്? അതല്ലേ റസൂലുള്ള പറഞ്ഞത്? 60 വയസ്സ് വരെ ഒരാൾ ജീവിച്ചിട്ട് അയാൾ നന്നാകാതെ മരിച്ചാൽ അയാൾക്ക് നാളെ പരലോകത്ത് ഉതിർ പറയാൻ കഴിയില്ലാണ്. പഠിച്ചോനെ ഞാൻ അങ്ങനെ നമ്മൾക്ക് പലർക്കും പല ഇതും പറയാൻ കഴിയും. കാരണം നമ്മൾ പല സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, പല പ്രായത്തിൽ ജീവിക്കുന്നവരാണ്. ഇപ്പം പ്രായത്തിൻ്റെ ചാപല്യം എപ്പോഴും എല്ലാവരും പറയലുണ്ടല്ലേ? അല്ലേ? അതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പ്രായത്തിൻ്റെ ചാബല്യം കൊണ്ട് വന്നതാണ് അല്ലേ? അത് അങ്ങനെ പടച്ചോനോടൊരു പ്രതിബന്ധം പരലോകത്ത് പറയാൻ കഴിയാത്ത പ്രായക്കാരാണ് 60 വയസ്സ് കേട്ടോ. അപ്പോൾ 60ൻ്റെ വയസ്സിന് താഴെ മരിച്ചവർക്കോ പ്രതിബന്ധം പറഞ്ഞ് കഴിച്ചില്ല എന്നാണോ? അല്ല, പ്രതിബന്ധം പറയാൻ ഒരു അവസരം പോലും ഇല്ലാന്നാ 60 വയസ്സ് വരെ ജീവിച്ചിട്ട് കേട്ടോ. നന്നാകാണ്ട മരിക്കേണ്ട, അള്ളാൻ്റെ തൃപ്തി നേടാണ്ട്, ഇഷ്ടം നേടാണ്ട് പോകുന്നത് വലിയ പ്രയാസം കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹ് പറയാണ്, ഇതാ അറാദ അല്ലാഹു ബി അബ്ദിഹി ഖൈറൻ, അള്ളാഹു പരലോകത്ത് എന്തെങ്കിലും ഒരു നന്മ തരാൻ നമുക്ക് ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫി ദുനിയ, ദുനിയാവിൽ അള്ളാഹു ഇങ്ങനെ ശിക്ഷ ഇങ്ങനെ അടിക്കടി തന്നുകൊണ്ടിരിക്കും. ഒരുപാട് പരീക്ഷണം. കച്ചവടം ഒന്ന് തുടങ്ങി അത് പൊട്ടി, വേറൊന്ന് തുടങ്ങി അതും പൊട്ടി. അപ്പം എന്താ തോന്നുക പലർക്കും? ചിലവർ പറയും എൻ്റെ സമയം ശരിയല്ല എന്ന്. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ പോവുക? ജ്യോത്സ്യൻ്റെ അടുത്ത് പോകും അല്ലേ? സമയം നല്ലത് നോക്കേ. അപ്പം എന്താ ഉണ്ടാകുക? ഒരാൾ ഒരു തങ്ങളെടുത്തോ ജ്യോത്സ്യൻ്റെ അടുത്തോ എൻ്റെ കച്ചവടം ശരിയാവണില്ല, അതിൻ്റെ കാരണം അന്വേഷിച്ച് ഇയാൾ പോയാലോ അവൻ്റെ ഹാലെന്തായി? മൻ അത്ത അറാഫൻ ഔ കാഹിനൻ, ഒരു ജ്യോത്സ്യൻ്റെ അടുത്തോ കണക്ക് നോട്ടക്കാരൻ്റെ അടുത്തോ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിയ ഖുർആന്റെ ശത്രു അവൻ. കാഫറായിട്ടാണ് മരിക്കുന്നത്. നമ്മളതൊന്നും അറിയില്ല. ചിലവരൊക്കെ പെണ്ണുങ്ങളൊക്കെ എന്താ പറഞ്ഞറിയോ? ഞാൻ എന്താ കാരണം എന്നൊന്ന് പോയി നോക്കട്ടെ, എൻ്റെ മോളെ രോഗം മാറുന്നില്ല. ഇത് മുമ്പൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ആളുകൾക്ക് മുറിവൊന്നും വന്നാൽ മാറൂല. ഓർമ്മ ഉണ്ടാവില്ലേ? കുരുവൊക്കെ വന്നാലേ പഴുപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരും. പക്ഷെ അന്ന് അറിയില്ലായിരുന്നു ഈ മുറി മാറാണ്ടക്കാൻ കാരണം ഇയാൾക്ക് ഷുഗർ ഉണ്ടായതാണ്. ഇപ്പോഴാണ് അത് കണ്ടുപിടിച്ചത്. ഈ മുറിവ് മാറാത്തതിന് കാരണം ഷുഗറാണ്. പക്ഷേ നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ തട്ടുവിട്ടിട്ട് ഒരു പുറപ്പും പോച്ചുകൊണ്ട് ഇറങ്ങും തങ്ങളെടുത്തേക്ക്, അല്ലേ ഏതെങ്കിലും ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് അല്ലേ? കാലം മറന്നുപോയോ? ഓർമ്മയുണ്ടാവും. ഇതൊക്കെ ആദർശരംഗത്തെ നിങ്ങളെ വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ച ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാരുടെ പ്രയത്നമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുഖവുരയിൽ ഈ ആദർശത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ ആശുപത്രികളിലും വീടുകളിലും ഒക്കെ എത്തുമ്പോൾ അവർക്കൊക്കെ പ്രയാസം വരുമ്പോൾ അള്ളാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ കാരണം. എനിക്കോ അങ്ങക്കോ വരുന്നത് പോലെയല്ല പണ്ഡിതന്മാർക്ക് വരുമ്പോൾ കേട്ടോ. കാരണം വലിയ നഷ്ടമാണ്. പണ്ഡിതന്മാരായ ആളുകൾ ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് ലോകാവസാനത്തിൻ്റെ അടയാളമാണ്. നല്ല നല്ല പണ്ഡിതന്മാർ
വിവരം കുറഞ്ഞ ആൾക്കാരല്ല, പണ്ഡിതന്മാരെന്ന് സ്വയം അഭിമാനിക്കുന്നവരല്ല. കിതാബിയായ ഇൽമ് വേണം, അതോടൊപ്പം അതിനോട് നീതി പുലർത്തണം, അതോടൊപ്പം അത് ജീവിതത്തിൽ പകർത്തണം. അതാണ് പണ്ഡിതന്മാർ. നോക്കാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിക്ഷ നടന്നുകൊണ്ടേയിരിക്കും. എന്നാലോ നഞ്ഞു കേട്ട് നിങ്ങൾക്കൊരു പ്രയാസമില്ല, എന്ത് ചെയ്താലും ഭയങ്കര ലാഭം, കച്ചവടം ചെയ്തൊക്കെ ലാഭം, ഒരു രോഗവും വരുന്നില്ല. ചിലർ പറയുന്നുണ്ട് എനിക്കൊരു ജലദോഷം പോലും വന്നിട്ട് 10-20 കൊല്ലമായി. അത് നിങ്ങൾക്ക് വലിയ ഗുണമല്ല, അത് നിങ്ങൾക്ക് വലിയ നട്ടാ. ഒരു മുള്ള് പോലും ഇക്കാലം വരെ എൻ്റെ ശരീരത്തിൽ തറച്ചില്ല, അല്ല എനിക്കൊരു തലവേദന പോലും വന്നിട്ടില്ല, എനിക്കൊരു പല്ലുവേദന വന്നിട്ടില്ല. അൽഹംദുലില്ലാ അത് എനിക്ക് അപകട. എന്തായാലും കാരണം അറിയാം, റസൂൽ പറയാം, വൈദാ അറാദ അല്ലാഹു ബിഅബ്ദിഹി അശ്ശർ, അള്ളാഹു പരലോകത്തൊരാളെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അംസക്കാൻഹു ബിദൻബിഹി, അവൻ ചെയ്യുന്ന ദുനിയാവിലെല്ലാ തെറ്റുകളും പിടിച്ചു വെക്കും. ഒരു പരീക്ഷണത്തിലൂടെ പോക്കൂല, ഒരു പരീക്ഷണം കൊടുക്കൂല, അത് പിടിച്ചു വെക്കും. എന്നിട്ടോ ഹത്താ യുവാഫ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിനും കൂടി കൂട്ടി ശിക്ഷ പൂർത്തീകരിക്കും. ഇപ്പം ഏതാ നല്ലത്? നിങ്ങൾ തീരുമാനിക്കുക. ഏതാ നല്ലത്? കുറച്ച് രോഗം വന്നോട്ടെ, കുറച്ച് വേദന സഹിച്ചോട്ടെ, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, അതിനൊന്നും വിരോധമില്ല. എന്നിട്ടോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഫമൻ റലിയ ഫലഹുറില, ഈ പരീക്ഷണത്തെ അള്ളാഹുവെ എനിക്ക് തൃപ്തിയാണ്, എൻ്റെ പാപങ്ങൾ കുറക്കാൻ എനിക്ക് ഈ പരീക്ഷണം എനിക്കിഷ്ടമാണ്, ഈ വേദന ഞാൻ സഹിക്കാൻ തയ്യാറാണ്, എനിക്ക് അടിക്കടി വരുന്ന പരീക്ഷണങ്ങളോട് എനിക്കൊരു പ്രയാസവുമില്ല. ഫലഹുറില, അവനാണ് അള്ളാഹിൻ്റെ തൃപ്തി കിട്ടിയവൻ. വമൻ സഹിത്ത, ആരെങ്കിലും ഈ പരീക്ഷണത്തെ വെറുത്താൽ ഫലഹുസുഖ്, അവൻ അള്ളാഹുവിൻ്റെ കോപം അവൻ്റെ മേലുണ്ടാവും. അപ്പം വെറുപ്പുമായി. അപ്പം അള്ളാഹു വിളിച്ചു പറയും, ഞാനൊരു രോഗം കൊടുത്തു, അവനെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവനതിന് വെറുക്കുകയും ചെയ്തു. അതുകൊണ്ട് പടച്ചോൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ വിളിച്ചു പറയുന്നു, നീ വെറുക്കണം. ഒരു ലോകത്തുള്ള മുഴുവൻ മലക്കുകളോടും വിളിച്ചു പറയുന്നു, അവരെല്ലാം വെറുക്കുന്നു. അപ്പം നമ്മളെല്ലാവരുടെയും വെറുപ്പോടുകൂടിയാണ് മരിച്ചു വരിക. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ നേരെ നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുകയും അതിനെ തൃപ്തിപ്പെടുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളോട് എനിക്ക് ഇന്നാളെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹ് പറയുമ്പോൾ ആ തൃപ്തിപ്പെട്ടവരിൽ ഞാനും നിങ്ങളും ഉണ്ടാകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിർ അൽ നഹാർ മാഷാ അല്ലാഹു ഖാൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും രഹസ്യ പരസ്യ ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അള്ളാഹു ഇതുവരെ ഞാൻ പറഞ്ഞത് അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളാണ്. ഇനി അള്ളാഹു വെറുക്കുന്ന ആളുകൾ അവരാരൊക്കെ നോക്കാം നമുക്ക്, അല്ലേ? അതിൽ നമ്മൾ കൂടുതൽ നോക്കണം, അതിൽ നമ്മൾ ഒഴിവാകും വേണം, അല്ലേ? നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് അഹ്റാഫിലെ 31-ാമത്തെ ആയത്താണ് മുഖവുരയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ചത്. ഈ ഖുത്ബയുടെ മുഖവുരയിൽ ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചത് സൂറത്തുൽ അഹ്റാഫിലെ 31-ാമത്തെ ആയത്താണ്. അതൊന്ന് അർത്ഥം നമുക്ക് കിട്ടുമോ, അല്ലേ? യാ ബനി ആദം, ആദമിൻ്റെ മക്കളെ അള്ളാഹ് വിളിക്കുക കേട്ടോ. ആരെ വിളിച്ച്? കുരങ്ങുകളെല്ലാം ഉറപ്പല്ലേ? ആദമിൻ്റെ മക്കളെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, പള്ളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനോഹരമായ വസ്ത്രം അണിയണം. നമ്മൾ സാധാരണ പള്ളിയിൽ പോകുമ്പോൾ കളിത്തുണി എടുക്കുക, സുബൈക്ക് പ്രത്യേകിച്ച്. കാരണം പള്ളിയിലേക്കല്ലേ. കല്യാണത്തിന് പോകുമ്പോഴോ മണപ്പിച്ച് മനോഹരമായി. പള്ളിയിലേക്കോ അതിൽ ഞാൻ പറയുന്നില്ല, ഇത്രയും പറഞ്ഞാൽ പോരെ. അള്ളാഹ് വിളിച്ച് പറയാണ്. എന്നിട്ട് പറയാം, നമ്മളെ വിഷയത്തിലേക്ക് കിടക്കുക നമുക്ക്. ഓ കുലു, നിങ്ങൾ വസ്ത്രം നന്നായി ധരിച്ചോളൂ. മനോഹരമായ വസ്ത്രം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ജമീലുൻ ഓ ഇന്നല്ലാഹ യുഹിബുൽ ജമാൽ, അള്ളാഹ്ക്ക് ഭംഗി ഇഷ്ടമാണ്. അള്ളാഹു ഭംഗിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭംഗിയോടുകൂടിയുള്ള വസ്ത്രം അണിയാം. പക്ഷെ അള്ളാഹു വെറുക്കുന്ന രൂപത്തിലുള്ള വസ്ത്രമാകരുത്. അത് അണിയുന്നതിനൊക്കെ ചില നിബന്ധനകൾ നമുക്കറിയാലോ, അല്ലേ? അതാണായാലും പെണ്ണായാലും ഇസ്ലാമികമായ വേഷം മനോഹരമായി ധരിക്കണം. പിന്നെ ഓ കുലു വഷ്റബു, നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ. നിങ്ങൾ തിന്നോളൂ കുടിച്ചോളൂ.
അനുവദിച്ചെല്ലാം നിങ്ങൾക്ക് തിന്നാം, അനുവദിച്ചതെല്ലാം നിങ്ങൾ കുടിക്കാം. പക്ഷേ വലാ തുസ്രിഫു, ഒന്നും അമിതാവരുത്. വസ്ത്രം അമിതമാവരുത്, ഭക്ഷണം അമിതമാവരുത്, പാനം ചെയ്യുന്നത് അമിതമാകാൻ പാടില്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹ്ക്ക് അമിതമായി ദുർവ്യയം ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇനി നമ്മളിതിൽ പെടുമെന്ന് നോക്കാം അല്ലേ. നമ്മളെ വസ്ത്രം നമുക്ക് അമിതമല്ലേ? ആണോ? ഇന്നത്തെ കാലം, പഴയ കാലത്ത് നമ്മൾ ഈ ആയത്തിൻ്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഇന്ന് നമ്മളുടെയൊക്കെ വീട്ടിൽ എത്ര പാൻറ്റാണ് അല്ലേ, എത്ര ഷർട്ടാണ്, എണ്ണം തന്നെ നമുക്കറിയില്ല അല്ലേ. എത്ര പർദ്ദയാണ് അട്ടിക്ക് വെച്ചിരുന്നത്. എന്നിട്ട് ഇനിയും വാങ്ങാൻ പോവുക അല്ലേ. നോമ്പ് 2 വാങ്ങണം, പെരുന്നാൾക്ക് പിന്നെ 2 വാങ്ങണം. ഇവനൊക്കെ അല്ല ഇഷ്ടപ്പെടൂല. അല്ല എന്താ വിളിച്ചു വരെ എനിക്ക് വെറുപ്പാണ് ഓനെ. അതുപോലെ എത്ര ചെരുപ്പാണ്. ചില വീടിൻ്റെ ഒക്കെ മുമ്പിൽ കാണാൻ വല്ല ഷൂസിൻ്റെ കമ്പനി വല്ല അല്ലേ. ചില വീടായിരിക്കും, അത് ഇന്ത്യ ഇംഗ്ലീഷ് വീട് തന്നെ ആയിരിക്കും. അതൊരു വലിയ മികവാണ്. അപ്പം അങ്ങനെയുള്ള പറയല്ലേ, മോളെ കല്യാണം നിശ്ചയിക്കുമ്പോൾ കാറ് വാങ്ങി വെക്കണം മുറ്റത്ത്, എന്നാലേ വില തള്ളിടാൻ പറ്റുള്ളൂ. ആരെ? കാരണം പിയാപ്പളിൻ്റെ വീട്ടുകാരെ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കാറൊക്കെ ഉണ്ടെന്ന് വന്നാലേ, എന്നിട്ട് കടും കള്ളിയും വാങ്ങി ബാങ്കിൽ നിന്ന് ലോണും വാങ്ങി കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ബാങ്കിൽ നിന്ന് ജപ്തി. എന്നിട്ടോ പള്ളിയിൽ നമ്മളെ വീട് ജപ്തി അയക്കണം, നിങ്ങളെല്ലാം സഹായിക്കണം, പോയി പണിയൊക്കാൻ പറയണം കേട്ടോ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞെന്താ അറിയോ? ഞാൻ നിങ്ങളോട് പച്ചയിൽ പറയാം, സുറൂറുൻ തുദ്ഖിലുഹു അലൽ മുസ്ലിം, മുസ്ലിമായി ജീവിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്കാണ് നിങ്ങൾ സന്തോഷം കൊടുക്കേണ്ടത്, കാഫറിൻ്റെ അല്ല. മുസ്ലിമായി ജീവിച്ചിട്ട് ഓന് പ്രയാസം വന്നാൽ ഓനെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്, മുസ്ലിം അല്ലാത്ത ആളുകളല്ല. മുസ്ലിം അല്ലാത്ത ആളുകളെ നമ്മൾ സാധാരണ എല്ലാ ജീവികൾക്കും പച്ചക്കരളുള്ള ഏത് ജീവിക്കും പുണ്യം ചെയ്താൽ ഗുണം കിട്ടുന്ന ചെയ്യാം. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ സന്തോഷം ജനിപ്പിക്കാനാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടതെന്ന് റസൂൽ പറഞ്ഞു. അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാം ഒന്നും കൂടി പരിശോധിക്കണം കേട്ടോ. വെറും കട്ടപ്പാട് മാത്രം നോക്കിയാൽ പോരാ, അവൻ മുസ്ലിമാണോ എന്ന് കൂടി നോക്കണം. ഞാൻ പറഞ്ഞ വാക്കല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹദീസ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. റസൂലുള്ളാഹിൻ്റെ വാക്ക് സുറൂറുൻ, സന്തോഷം നൽകേണ്ടത് തുദ്ഖിലുഹു, അത് നിങ്ങൾ പ്രവേശിപ്പിക്കണം അലൽ മുസ്ലിം എന്നാ. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രവേശിപ്പിക്കേണ്ടത്. മുസ്ലിമായി ജീവിക്കണമെന്ന് വരുമ്പോഴാണുള്ള സങ്കടം. മുസ്ലിമായ മനുഷ്യനാണെങ്കിലോ നിങ്ങളോടൊറ്റ് വന്ന് പറയില്ല ഞാൻ അങ്ങനെ കഷ്ടത്തിലാണ്, അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തോളണം. അതുകൊണ്ടല്ല ലിസായിലി, ഒരു ടീം ചോദിച്ചു നടക്കുക, മറ്റൊന്നോ മഹ്റൂമാണ്, ചോദിക്കൂല. അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിരിക്കുക, ഓനെ പോയി കണ്ടിട്ട് കൊടുക്കണം. ഇപ്പം ഈ ഇരിക്കുന്നതിലെ ഒരുപാട് കഷ്ടപ്പെടണമുണ്ടാവും. ചോല് ഇന്ന് വരെ ഒരു ചായക്ക് വരെ ആരെയും ക്ഷണിച്ചാൽ ചായ കുടിക്കാൻ പോവുക, ഞാൻ എപ്പോൾ കുടിച്ചിട്ടുള്ളൂ വേണ്ട അറിയും. നേരെ മറിച്ച് നിങ്ങൾ മറ്റവനെ വിളിച്ചു നോക്കി, സായിലിനെ ഇവിടെ തിരഞ്ഞെടുക്കണമല്ലേ, ഓനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓങ്ങളെ കൂടെ ഉണ്ടാവും അല്ലേ. ഞാൻ ഈ പറയുന്നത്, നമ്മളൊരു കാര്യം ചെയ്യുന്നത് പോലും ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്, പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. പഠിക്കണം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിലും ദുർവ്യയം പാടില്ല. ഇനി ഭക്ഷണമാണെങ്കിലോ, വസ്ത്രം പറഞ്ഞു, ചെരുപ്പ് പറഞ്ഞു. ഇനി ഭക്ഷണമാണെങ്കിലോ എത്ര ടണ്ണ് കണക്കിന് ഭക്ഷണമാണ് ഓരോരുത്തരുടെ കല്യാണത്തിനൊന്നും കടപ്പുറത്ത് കൊണ്ടുപോയി തട്ടുക. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? മത്സ്യത്തിൽ തിന്നാൻ കൊടുത്താൽ കൂലി കിട്ടുമെന്ന്. ബനിയൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ മാപ്പിളിനെ. എന്നിട്ടോ ഞാനൊരു നന്മ ചെയ്തു. മുമ്പൊക്കെ എന്താ ചെയ്യലോ, ഈ മത്സ്യത്തിന് വേറെ മുമ്പ് കൊടുത്തിട്ട് ആർക്കറിയോ, എത്തിങ്ങാനേൽക്ക് വിളിക്കല്ലേ. ഇപ്പം എത്തിങ്ങാനേൽക്കും വേണ്ട, ഓല് പറയും നിങ്ങൾ തന്ന എച്ചിലൊന്നും നമുക്ക് വേണ്ടാന്ന്. അപ്പം നിങ്ങൾ മുൻകൂട്ടി കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ വാങ്ങാം അല്ലേ. നിങ്ങൾ തിന്ന് ബാക്കി എച്ച് തിന്നാനുള്ള ആൾക്കാരല്ല എൻ്റെ എത്തിക്കൂട്ടലെന്ന് പറയുന്നിടത്ത് എത്തിപ്പം അല്ലേ. അപ്പോൾ ഭക്ഷണം എത്രയാണ് ഭക്ഷണം. ചിലവരെ മേശകൻ്റെ മുകളിൽ കൈകൊണ്ട് ഓൻ എടുക്കണ്ട, ഓൻ്റെ അടുത്തേക്ക് തിരിയും. അങ്ങനത്തെ മേശ ഉണ്ടാക്കി കൊടുക്കണം കുറേ ആൾക്കാരുണ്ട്. ഫുഡ് ഇങ്ങനെ തിരിയ ഏത് യതൂഫു അലൈഹിം ബിൽ, ഞാൻ ചിലപ്പോൾ അതായത്ത ആലോചിക്കൽ. പരലോകത്തെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞുങ്ങൾ സ്വർഗസ്ഥരായ ആളുകൾക്ക് സേവനം ചെയ്യാൻ പരലോകത്ത് സ്വർഗത്തിൽ അവർ ചുറ്റിത്തിരിയുന്ന അതുപോലെ ഒരു ചുറ്റിത്തിരിയല്ല നമ്മളെ മേശമ്മൽ അല്ലേ. അതൊക്കെ അഹങ്കാര അല്ലേ. അതുകൊണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ, അഹങ്കാരികൾ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. അപ്പം നമ്മളെ എനിക്കിഷ്ടമാണെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉണ്ടാവുമോ, അതാണ് വെറുപ്പുള്ളതിൽ ഉണ്ടാവുമോ എന്നുള്ളത് നോക്കുക കേട്ടോ.
നമ്മൾ പലതും പൊങ്ങച്ച അല്ലേ? അല്ലാഹ് ഖുർആനിൽ എന്താ പറഞ്ഞറിയോ? ലുക്മാനുൽ ഹക്കീം തൻ്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, ലാ തുസഇർ ഖദ്ദക ലിന്നാസ്, മോനെ ആളെ കാണുമ്പം മുഖം തിരിച്ചു കളയരുത്. എന്താ കാരണം? ഞമ്മക്ക് ലേശം ഉണ്ടായാൽ ഇല്ലാത്തവനെ കാണുമ്പം മുഖം തിരിക്കും ഇല്ലേ? അല്ലേ? ഓനോട് നമ്മൾ ഉണ്ടുണ്ടാവും, ഓനോട് സലാം ചെല്ലണ്ട. എല്ലാവരും തമ്മിൽ സലാം ചെല്ലലും എല്ലാവരും കല്യാണത്തിന് ക്ഷണിക്കാരെ മുതലാളിമാരെ അല്ലേ? നിങ്ങൾ കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആർക്കാ കത്ത് കൊടുക്കുക? നിങ്ങളെ ഭാര്യനോട് ആർക്ക് കത്ത് കൊടുക്കാനാ പറയാ? എല്ലാ നാട്ടിലെ മുതലാളിമാർക്ക് കത്ത് ചെയ്തു അല്ലേ? നിങ്ങളെ പുരൻ്റെ അപ്പുറത്തുണ്ട് ഒരു ഔക്കർ പാവപ്പെട്ട മീൻ വിൽക്കണേ, ഓനക്ക് കത്തുമില്ല. ഓനൊക്കെ ഇവിടെ വന്നോളും. അങ്ങനത്തെ വിവാഹ സദസ്സിന് നോക്കി റസൂലുള്ള പറഞ്ഞ വാക്കെന്താ അറിയോ? ഷർറുൽ വലീമത്തി ഹാദാ, വിവാഹ സദസ്സിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ സദസ്സ് എന്നാണ്. നമ്മളൊക്കെ ഭാര്യമാരെ നമ്മൾ ഓർമ്മപ്പെടുത്തും നമ്മൾ കത്ത് എഴുതുമ്പോൾ. അല്ല നിങ്ങൾ മറ്റേ ഡോക്ടർക്ക് കൊടുത്തോ, അല്ല നിങ്ങൾ ഈ ഇന്ന ആജിയർക്ക് കൊടുത്തോ. നമ്മളെ പുരൻ്റെ അടുത്തുള്ള ഒരു കുഞ്ഞിരായും കുട്ടി ഉണ്ടോ, അവന് കൊടുക്കൂല. കാരണം എന്താ? അവന് പൈസ ഇല്ല. അള്ളാഹു ഇഷ്ടപ്പെടൂല. അതാ പറഞ്ഞത് ലുക്മാനുൽ ഹക്കീം, മോനെ ആളെ കണ്ടാൽ മുഖം തിരിക്കരുത്. ലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ, ഭൂമിയിൽ അഹങ്കാരത്തോടി നടക്കരുത്. ഇത് പറഞ്ഞിട്ടല്ല പറയാ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, ദുരഭിമാനികളായ പൊങ്ങച്ചക്കാർ അല്ലാഹ് ഇഷ്ടല്ല. നമ്മൾ വിടും ഇതിന്. ദുരഭിമാനികളുമാണ് പൊങ്ങച്ചക്കാരുമാണ് അല്ലേ? നമുക്ക് എന്തിലാ പൊങ്ങച്ചില്ലാത്തത്? നമ്മളെ ജീവിതത്തിൽ ഒറിജിനൽ കുറവാണ്, അഭിനയ കൂടുതൽ അല്ലേ? നമ്മളെ പെരുമാറ്റത്തിൽ അഭിനയമാണ് കൂടുതൽ. നിങ്ങൾ ഒറിജിനലല്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ നിങ്ങൾ അഭിനയിച്ചതാണ് അല്ലേ? അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ആളുകളെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നവരെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നു. എന്തായിരുന്നാലും ഇനി ഒരു ടീമിനും കൂടി ഞാൻ പറയാം. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ, അള്ളാഹ്ക്ക് കാഫറുകൾ ഇഷ്ടമല്ല. കാഫർ കാരണം ആരാ? കാഫർ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ട വേലായുധൻ മാത്രമാണ്. നമ്മളും അതിൽപ്പെടും കാഫറിൽ. അങ്ങനെ നമ്മൾ വിടുക. കാഫർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നെ അറിയാം. കാഫർ പറഞ്ഞാൽ ഒന്ന്, ഒരു കാഫർ അല്ലല്ല, റസൂലില്ല, പരലോകമില്ല, സ്വർഗമില്ല, നരകമില്ല, ഹിസാബില്ല, ഇതൊക്കെ പറഞ്ഞു കാഫറാണ്. അതാണ് കാഫർ. ഇനി ഒരു കാഫർക്കും ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കിത് അതൊന്നും കേൾക്കണ്ട, ഓനും കാഫറാണ്. എനിക്ക് ആ വർത്താനം കേൾക്കണ്ട, അള്ളാൻ്റെയും ദീനിൻ്റെയും പരലോകത്തിൻ്റെയും സ്വർഗവും നരകവും എനിക്ക് കേൾക്കണ്ട, ഓനും കാഫറാണ്. ഇപ്പം പെടും നമ്മൾ. അപ്പം കാഫറുകൾ ഒരുപാടുണ്ട്. ഏതായാലും ഞാൻ പറയുന്നത് ഇതുപോലെ തന്നെ, ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഖവ്വാൻ, ചതിയന്മാരും വഞ്ചകന്മാരും, വാക്കിലൂടെ ചതിക്കുന്നവർ, പ്രവർത്തനത്തിലൂടെ ചതിക്കുന്നവരെയും അല്ലാഹ് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ മുസ്തക്ബിരീൻ, അഹങ്കാരികളെയും അല്ലാഹ് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടെ ഉൾപ്പെടുകയും അതേതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും, അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എനിക്ക് ഇഷ്ടമാണ് ഇയാളെ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാനും, അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല മരിച്ചു പിരിയുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട്, മൂസിനീങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് മരിച്ചു പിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും അർഹമുർ-റഹീമായ റബ്ബ് എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ നിത്യജീവിതത്തിലെ അധ്വാനങ്ങൾക്ക് ബർക്കത്ത് നൽകിയവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയ ബഹുമാന്യരായ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രിയിൽ കഴിയുന്ന നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ സഹോദരന്മാർക്കും ഒക്കെ ഞാൻ പേരെടുത്ത് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം, അതൊരു ബുദ്ധിമുട്ടാകരുത് വെച്ചിട്ടാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ആദർശരംഗത്ത് ഓടി നടക്കുന്ന ചില പണ്ഡിതന്മാർക്കൊക്കെ ചില ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. അള്ളാഹു ചെറുതും വലുതുമായ എല്ലാ പ്രയാസങ്ങളും എല്ലാവർക്കും അള്ളാഹു ദൂരീകരിച്ച് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ വലത് കൈയിൽ നമ്മുടെ കർമ്മരേഖ സ്വീകരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم.